ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെ വേദിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുറക്കുന്നതിനെ കാണിക്കുന്നതും വിക്രമിൻ്റെ അച്ഛൻ, അതായത് സുധാകരൻ മാഷും കമലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ കമലാമ്മ സുധാകരൻ മാഷോട് പറയുന്നുണ്ട്, ജീന വളരെ നല്ല കുട്ടിയായിരുന്നു, എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും വിക്രമിന് സപ്പോർട്ട് ചെയ്യുന്നൊരു കുട്ടിയും കൂടി ആയിരുന്നു എന്ന് പറയുകയാണ്. മാത്രമല്ല വിക്രമിന് അന്നൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വിക്രമിനെ രക്ഷിച്ചത്, അതായത് ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോയതും കാര്യങ്ങളെല്ലാം നോക്കിയതെല്ലാം തന്നെ ആ ജീനയായിരുന്നു എന്ന് പറയുന്നുണ്ട് സുധാകരൻ മാഷോടും. അത് കേൾക്കുമ്പോൾ സുധാകരൻ മാഷ് വളരെയധികം എന്താ പറയുക, അയ്യോ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ നോക്കുന്നുണ്ട് കമലാമ്മയും. ശേഷം സുധാകരൻ മാഷ് പറയണം, ജീന മരിച്ചപ്പോഴാണ് വിക്രമിന് ഇത്രയും നല്ല കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വിക്രമിനെ സഹായിക്കാനായിട്ട് വിക്രമിന് ചുറ്റും ഒത്തിരി ആളുകളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ന് സുധാകരൻ മാഷ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കമലാമ്മ പറയണം, അല്ലെങ്കിലും വിക്രം നല്ലവനാണ്, അതുകൊണ്ട് തന്നെ അവൻ കുറേ നല്ല ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സുധാകരൻ മാഷ് പറയാണ്, അല്ലെങ്കിലും കുറേ എല്ലാവരുടെ ബാക്കിലും, അതായത് ഏതൊരു മനുഷ്യനിലും അയാൾ കാണിക്കുന്ന മുഖമല്ലാതെ മറ്റൊരു മുഖം കൂടെ അയാൾക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടായിരിക്കും നമ്മുടെ വേദയാണ്. വേദ കാട്ടിൽ വെച്ചിട്ട് ഉറങ്ങി എഴുന്നേൽക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വിക്രമിന് കാണുന്നില്ല. അവൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അയ്യോ വിക്രം എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കട മൊത്തം വിക്രം എന്നുള്ള ശബ്ദം ഇങ്ങനെ എക്കോ പോലെ കേൾക്കുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വിക്രം എവിടെയും പോയിട്ടില്ല. വിക്രം വേദ എണീക്കുമ്പോഴേക്കും വേദയ്ക്ക് കഴിക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ പ്രോമോയിലൂടെ നമ്മളെ പേടിപ്പിക്കുകയാണ് അവർ, അതായത് വിക്രമിന് എന്തോ സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വിക്രമിനൊന്നും സംഭവിക്കുന്നില്ല. വിക്രം രാവിലത്തെ കാര്യങ്ങൾ, അതായത് വേദയ്ക്ക് കഴിക്കാനും വിക്രമിന് കഴിക്കാനുള്ള ഫുഡും വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ കിടന്ന് അലറേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം വരുന്നുണ്ട്. അപ്പോൾ വേദ, ഞാൻ ആകെ പേടിച്ച് പോയി വിക്രം നിങ്ങളെ കാണാതായപ്പോൾ പറയുന്നു, എന്തിനാ പേടിക്കുന്നത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം വീണ്ടും പറയുന്നുണ്ട്. ശേഷം വേദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതാണെന്ന് പറയുന്നതായിട്ടും പറയുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടുത്ത എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.